സർ, നമുക്ക് ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് അടുക്കാറായി. ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100 ദിവസം ഉണ്ടാവുള്ളൂ തെരഞ്ഞെടുപ്പിന്. ഇത്തവണ കേരളത്തിൻ്റെ സാധ്യത എന്താണ്? അതായത് BJP ജയിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? സാറിൻ്റെ ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു വ്യൂ. BJP ജയിക്കുന്നത് BJP അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ. BJP അധികാരത്തിൽ വരില്ല. BJPക്ക് ഒരു 8നും 4നും ഇടയ്ക്ക് സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് BJPക്ക് വലിയ നേട്ടമായിരിക്കും. അത് വലിയ നേട്ടമായിരിക്കും. ചെറിയ നേട്ടം മാത്രമല്ല, വലിയ നേട്ടമായിരിക്കും. കാരണം ചിലപ്പോൾ കേരളത്തിൻ്റെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവസ്ഥ തന്നെ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. പ്രവചിക്കാൻ വയ്യാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിശ്ചിതത്വത്തിലേക്ക് വേണമെങ്കിൽ പോകാൻ കഴിയും. കാര്യം ആകെ 140 സീറ്റാണുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് നല്ലൊരു മുൻതൂക്കമുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടുകയും ചെയ്തു. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നേതാവ് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ജയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമെന്ന് VD സതീശൻ പറയുകയുണ്ടായി. കാരണം സാധാരണ എല്ലാവരും തോറ്റു കഴിഞ്ഞാൽ തോൽവിയുടെ കാരണമാണ് പഠിക്കുക. ഇത് ഇത്രയും വലിയ വിജയം ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ച് പഠിക്കുമെന്ന് പറയും. പക്ഷേ അത് നിയമസഭയിൽ ആവർത്തിക്കണമെന്നില്ല. കാര്യം അന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്കൊരു അമർത്തി വെച്ച രോഷം ഉണ്ടായിരുന്നു. ആ രോഷത്തിൻ്റെ ഒരു പൊട്ടിത്തെറിയും കൂടെ ആ തെരഞ്ഞെടുപ്പിൽ കാണായിരുന്നു. അപ്പോൾ ആ അമർത്തി വെച്ച രോഷം പോയി ഇപ്പോൾ സ്വാഭാവികമായ ഒരു രോഷത്തിലേക്ക് വന്നു. അപ്പോൾ ആ തീവ്രത ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇക്വേഷൻസ് മാറും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളുടെ രീതികൾ സ്വാധീനിക്കും. പിന്നെ വരുന്ന ക്യാമ്പയിൻസ് പലതും. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വന്നു, മറ്റേ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നു. ഇന്നത്തെ മോദിയുടെ വരവ്, പ്രഖ്യാപനങ്ങൾ, അതേപോലെ ഈ 11 മണ്ഡലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11 മണ്ഡലങ്ങളിലെ ഒരു 1ാം സ്ഥാനത്തെത്തി നിയമസഭാ മണ്ഡലങ്ങളിൽ. അതുപോലെ 15 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഇതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതേപോലെ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ വരണമെന്നില്ല. പക്ഷേ എന്നാൽ അവർ വളരെ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP ഇപ്പം തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് കഴക്കൂട്ടത്ത്, വട്ടിയൂർക്കാവ്, ഇങ്ങനെയൊക്കെയുള്ള ചില മണ്ഡലങ്ങൾ ഇപ്പം തന്നെ പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 10ന് താഴെ ഒരു 8നും 4നും ഇടയ്ക്ക് തന്നെ അംഗസംഖ്യകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ നേട്ടമായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പക്ഷേങ്കിൽ LDFനും UDFനും വ്യക്തമായൊരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഉണ്ടാകുന്നൊരവസ്ഥ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സാധനമാണ്. പക്ഷെ ഉണ്ടായിക്കൂടായില്ല. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലിപ്പം CPM മുമ്പോട്ട് വയ്ക്കുന്ന ശക്തമായൊരു ക്യാമ്പയിൻ അതല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ ഭരണം പോകും. അപ്പം ഈ ഒരു സന്ദേശം നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം CPM ഇടതുമുന്നണിയും. വിശേഷിച്ച് CPM തന്നെയാണ്. അത് ഒരു PR ഏജൻസിയുടെ 2 PR ഏജൻസികൾ തമ്മിലുള്ള മത്സരവും കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. LDFൻ്റെയും UDFൻ്റെയും. UDFൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ, സുനിൽ കനഗോലു ആണ് UDFനെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പിണറായി വിജയൻ പണ്ട് ഡൽഹിയിൽ പോയി നടത്തിയ പത്രസമ്മേളനം ഉണ്ടല്ലോ, ഹിന്ദുവിന് കൊടുത്ത്. അപ്പോൾ അന്ന് അതൊരു PR ഏജൻസിയുടെ കൈസൻ എന്ന് പറയുന്ന PR ഏജൻസിയുടെ പിന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അന്ന് മുഖ്യമന്ത്രി ഹിന്ദുവിന് എക്സ്ക്ലൂസീവായിട്ട് ഡൽഹിയിൽ പോയി ഇൻ്റർവ്യൂ കൊടുക്കുകയും ആ ഇൻ്റർവ്യൂവിൽ ഇതേ സന്ദേശം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രയോഗിക്കേണ്ട സന്ദേശം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു, അവിടെ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. പിന്നെ തുടർച്ചയായിട്ട് അതേ രൂപത്തിലുള്ള പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും ഏറ്റവും ഒടുവിൽ AK ബാലനിൽ നിന്നും പിന്നെ സജി ചെറിയാൻ്റെ പ്രസ്താവന വന്ന് വലിയ ആക്ഷേപങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായ സമയത്ത് സജി ചെറിയാൻ പറഞ്ഞു, എൻ്റെ പ്രസ്താവന ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു. അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചില്ല, പറഞ്ഞത് തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ തൊട്ട് പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു, സജി എന്തിനാണ് അത് പിൻവലിക്കേണ്ട ആവശ്യം, അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ. അപ്പോൾ ആ സെയിം സന്ദേശം വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MP രാജേഷ് മന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 80കളിൽ ഇന്ത്യയിലെ കേരളത്തിലെ ചുവരുകളിലൊരു മുദ്രാവാക്യം കണ്ടു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിന്നെ വാചകം കണ്ടിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 80കളിൽ DYFI ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് മതമല്ല 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 പ്രശ്നം. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ത്യൻ മുസ്ലിം യൂണിയൻ്റെ KM ഷാജി മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവരുന്നത് ഈ മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ UDF മുസ്ലിം എന്ന് വെച്ചാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് വെച്ചാൽ മതരാഷ്ട്രവാദത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന പ്രസ്ഥാനം. അപ്പോൾ ഈ ഒരു മെസ്സേജ് ശക്തമായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടാവും. BJPയുടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 10ന് താഴെയെങ്കിലും മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ നിർത്താൻ പോവുക. അപ്പോൾ ഈ പ്രാവശ്യം ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നും BJPക്ക് ഉണ്ടെന്നവർ പറയും, പക്ഷേ യഥാർത്ഥത്തിൽ അതുണ്ടാവില്ല. വോട്ടിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും മൊത്തത്തിലുള്ള ലക്ഷ്യം. അതോടൊപ്പം തന്നെ നിയമസഭയിൽ സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സാന്നിധ്യം ഈ പറഞ്ഞതുപോലെ ഒരു 10ന് താഴെ അല്ലെങ്കിൽ 7-8 സീറ്റോ അല്ലെങ്കിൽ 4-8 സീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭ പോലും നമുക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്ത് CPM-നോട് ഉള്ള ജനങ്ങളുടെ ഒരു സമീപനം, അത് CPM-ൻ്റെ അണികളുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ ശക്തമായിട്ട് ഈ പാർട്ടിക്കെതിരായിട്ടുണ്ട്. പക്ഷേ അത് വോട്ടായി മാറുമോ എന്ന് സംശയമുണ്ട്. എന്നാൽ അതിനകത്ത് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ അടിയിൽ നിന്ന് ഒഴുകി പോകുന്നുണ്ട്. അതും കണ്ടുകൊണ്ടുകൂടിയാണ് CPM ഈ പറഞ്ഞതുപോലെ ഒരു ഭൂരിപക്ഷ വർഗീയതയെ ചേർത്ത് പിടിക്കുന്നത്. ഒരു ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കുന്നത് പോലും തങ്ങളുടെ അണിയിൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ആലപ്പുഴയൊക്കെ അടിയിൽ നിന്ന് വോട്ട് ധാരാളം ഒഴുകി BJPയിലേക്ക് പോയത് കണ്ടു. അതുപോലെ തന്നെ കൊല്ലത്ത്, കണ്ണൂർ മാറിയാൽ പോലും കൊല്ലത്ത് മാറാത്ത ഈ CPM-കാർ മാറാത്തൊരു പ്രദേശമാണ് കൊല്ലം എന്ന് പറഞ്ഞത്. അപ്പോൾ കൊല്ലം നഗരസഭയിൽ എനിക്ക് തോന്നുന്നു 12 സീറ്റാണോ സംശയമുണ്ട്, എനിക്ക് അത്ര കൃത്യമായിട്ട് ഉറപ്പില്ല എത്രയാണെന്ന്. അവിടെയും BJP നഗരസഭയിൽ നേടിക്കഴിഞ്ഞു. കോൺഗ്രസ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കൊല്ലം മുനിസിപ്പാലിറ്റിയിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥികൾ നിൽക്കാൻ പോലും പലരും തയ്യാറായിരുന്നില്ല. അവിടെ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഭരണം വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഘടനാപരമായ ഈ സോഷ്യൽ എൻജിനീയറിംഗിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ UDF-ൻ്റെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ UDF-നെ നയിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാപരമായ ദൗർബല്യമുണ്ട്. അതൊക്കെ പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ഗണ്യമായ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കും. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലെ ആയിരിക്കത്തില്ല നിയമസഭയിലേക്ക് ഉണ്ടാകുന്ന സ്ഥാനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 2020 ആയിട്ട് ഇപ്പം BJP ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അത് ഈ എറണാകുളം ഭാഗത്തും അതുപോലെ ക്രിസ്ത്യൻ മേഖലയിലേക്കും BJP കടന്നു ചെല്ലുന്നതിനും ഒക്കെ അതിനുമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചില സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ടാക്കുകയും ആ ത്രികോണ മത്സരത്തിൻ്റെ ഫലം നിലവിൽ ഇപ്പോൾ കണക്കാക്കുന്നത് അത് LDF-ന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് CPM നേതൃത്വമുള്ളവർ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് പാലാ മുനിസിപ്പാലിറ്റിയിൽ ജോസ് കെ മാണി വീണ്ടും അവിടെ മത്സരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ നേരത്തെ മത്സരിച്ചിരുന്ന നമ്മുടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വളരെ നല്ല ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജോസിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ ജോസ് കെ മാണി അവിടെ മത്സരിക്കാൻ കാരണമെന്ന് പറയുന്നത് 6 പഞ്ചായത്തിൽ 4 പഞ്ചായത്തുകൾ മറ്റേ PC ജോർജിൻ്റെ മണ്ഡലത്തിൻ്റെ പേര് പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ അത്രയും 4 പഞ്ചായത്തിൽ ഇപ്പോൾ പാലാ നിയോജക മണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷോൺ ജോർജ് മത്സരിക്കുന്നു പറയുന്നു. അപ്പം മാണി സി കാപ്പനും ഷോൺ ജോർജും
ജോസ് കെ മാണി മത്സരിച്ച് കഴിഞ്ഞാൽ UDF വോട്ടും BJP നല്ലൊരു ശതമാനം പി സി ജോർജിനോട് അനുഭാവമുള്ള വോട്ടുകളും മാറുകയും UDF വോട്ട് വിഭജിക്കപ്പെടുകയും അങ്ങനെ വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് ജയസാധ്യത ഉണ്ടാകുമെന്നാണ് അവിടെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് നിയമസഭയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ പാറ്റേൺ നിയമസഭയിൽ ആവർത്തിക്കണമെന്നില്ല. മാത്രമല്ല CPM ഈ ഘടകങ്ങളൊക്കെ ഇപ്പോഴും വളരെ ശക്തമാണ്. അണികളെയൊക്കെ നിളക്കി വിടണമെന്ന് വെച്ചാൽ വളരെ അനായാസം ചലിപ്പിക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ ഇതുകൊണ്ട് ശക്തമായൊരു പോരാട്ടമായിരിക്കും. ചില സ്ഥലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ നന്നായിട്ടുണ്ടാവും. BJPക്ക് പറഞ്ഞതുപോലെ ഏതാനും സീറ്റുകൾ നിയമസഭയിൽ അവർ എത്തും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ അതായിരിക്കും ഈ പ്രാവശ്യത്തെ ഒന്നിലേറെ സീറ്റുകൾ ചിലപ്പം BJP എത്താൻ സാധ്യതയുണ്ട്. അധികാരത്തിലെത്തുന്നു അതല്ലെങ്കിൽ 10-ൽ കൂടുതൽ സീറ്റ് എത്തുന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.